വാർത്തകൾ വിശദമായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന് 2 മാസം പിന്നിടുമ്പോഴും സ്ഫോടനാഘാതത്തിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചതിനെ മറന്ന് സർക്കാർ. ഏപ്രിൽ 21-ന് ഉച്ചതിരിഞ്ഞ് 3:30 നടന്ന സ്ഫോടനത്തിൽ 17 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മേഖലയിലെ 322 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതായി പരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നു. 5 കോടി രൂപയുടേതാണ് ഏകദേശ നഷ്ടം. റവന്യൂ വകുപ്പും നഗരസഭാ മരാമത്ത് വിഭാഗവും സംയുക്തമായാണ് പരിശോധന പൂർത്തിയാക്കിയത്. സർക്കാർ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ധനസഹായം വിതരണം ചെയ്യണമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ആ മാനദണ്ഡത്തെ ചൊല്ലി ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. നൽകേണ്ട ശതമാനത്തെക്കുറിച്ചും ഒരു തീരുമാനവുമായിട്ടില്ല. ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച വീട്ടുടമകൾ ധനസഹായം ആവശ്യമില്ലെന്ന് റവന്യൂ വകുപ്പിനെ അറിയിച്ചിരുന്നു. 2 സ്കൂളുകൾ, അംഗനവാടി, ഫ്ളാറ്റ്, വായനശാല, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ചില്ലുകൾ തകരൽ, ചുമരുകൾ വിണ്ടുകീറൽ, ട്രസ് വർക്കിന് തകരാർ എന്നിവയാണ് നഷ്ടം. സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണവും എവിടെയും എത്തിയിട്ടില്ല. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും വിതരണം പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം ഇനി നിങ്ങളുടെ സ്വന്തം സീമാസിൽ. തൃശൂർ, അങ്കമാലി ഷോറൂമുകൾ ഇന്ന് തന്നെ സന്ദർശിക്കൂ.